ഹലോ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, UAE-യിലുള്ള എല്ലാ പ്രവാസികൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ടോയെന്ന് കരുതുന്നു. നമ്മുടെ പെരുന്നാളപ്പം റെസിപ്പി നോക്കി ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിച്ചതിൽ വളരെയധികം സന്തോഷം. ഇനിയും പെരുന്നാളപ്പം ഉണ്ടാക്കാത്തവർക്കായി ഏറ്റവും ഈസി ആയിട്ടുള്ള ഈ അപ്പം ഞാൻ ഷെയർ ചെയ്യുന്നു. അതിന് 1 കപ്പ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി കുതിരാൻ വെക്കാം. മിനിമം 3 മണിക്കൂറെങ്കിലും. കുതിർത്ത പച്ചരി ഇത്തിരി വെള്ളവും ചേർത്ത് ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം. ഈ സെയിം മാവ് തന്നെയാണ് നമ്മൾ പൊരിയപ്പം ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ പൊരിയപ്പം ഉണ്ടാക്കി ബാക്കി വന്ന മാവുണ്ടെങ്കിൽ അതിലിത്തിരി പൊട്ടുകടലയും ചേർത്ത് കറിവേപ്പിലയും പാകത്തിന് ഉപ്പും ഉണ്ടോ എന്ന് നോക്കി ലൂസാക്കി എടുത്താൽ അതിൽ കടലപ്പം ചുട്ടെടുക്കാം. പൊരിയപ്പം റെസിപ്പി കാണാത്തവർക്കായിട്ടോ ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത്. ഈ റെസിപ്പിയോ അതെ കുറേ കാലം പുറത്ത് ബോട്ടിലിൽ അടച്ച് വെച്ച് എയർ ടൈറ്റായി സൂക്ഷിച്ചാൽ കുറേ കാലം കേടാകാതിരിക്കും. ഈ പൊട്ടുകടല, പരിപ്പ് ഏകദേശമൊക്കെ കാണാൻ ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് കൺഫ്യൂഷൻ മാറ്റാനാണ് ഞാൻ പറയുന്നത്. ഇത് ചമ്മന്തി അരക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ കടലയാണ്. ഇനി റെസിപ്പിയിലോട്ട് പോവാം. മാവിപ്പോൾ അല്പം തിക്കായിട്ടാണുള്ളത്. തിക്കായാൽ കുഴപ്പമൊന്നുമില്ല, ക്രിസ്പിനെസ് ഇത്തിരി കുറവായിരിക്കും, അങ്ങനെയാണ്. മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തിരി ലൂസാക്കി തന്നെ എടുത്താൽ ചുട്ടെടുക്കുന്ന സമയത്ത് ഇത്തിരി കട്ടിയാവും. എല്ലാം കൂടി മൊത്തത്തിൽ ഒന്നിച്ച് മിക്സാക്കുന്നതിന് പകരം ഓരോ ബാച്ചായി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ലാസ്റ്റ് ചുട്ടെടുക്കുന്ന സമയത്ത് കൂടുതൽ ഹാർഡായി പോവുകയും ചെയ്യും, പിന്നെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ബാച്ചായി അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ ഞെരടി പരത്തി ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണയിൽ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലായിരിക്കണം ചുട്ടെടുക്കേണ്ടത്, ഇല്ലെങ്കിൽ മാവ് വേവാതാവും. എവിടെയെങ്കിലും ഹോൾസ് കാണുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം, എന്നാൽ മറിച്ചിടാൻ എളുപ്പമാവും. കറിവേപ്പില എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, കഴിക്കുന്ന സമയത്ത് അപ്പത്തിൻ്റെ കൂടെ ഇത്തിരി ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി കടിക്കാൻ കിട്ടിയാൽ നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ടതാണ്. നേരത്തെ നമ്മൾ പരത്തിയിട്ടില്ലേ, അതുപോലെ അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അല്പം ചുരുങ്ങി വന്നിട്ടുണ്ട്, അതിനർത്ഥം ഒരു ഭാഗം വെന്തിട്ടുണ്ട് എന്നാണ്. ഇനി മറിച്ചിടാം. നല്ല നാടൻ ഫ്ലേവർ വേണമെങ്കിൽ കറിവേപ്പില കൂടുതൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റേ ഭാഗവും വെന്ത് കഴിഞ്ഞാൽ ഇനി കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം ചട്ടിയിൽ പൊടിയായി കടലകൾ വിതറിയിട്ട് കാണാം. അതൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ അടുത്ത ബാച്ച് ഇടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ എണ്ണയ്ക്ക് കരിഞ്ഞ ടേസ്റ്റ് വരും. അങ്ങനെ ചുട്ടെടുത്താൽ പെർഫെക്ഷൻ ഉണ്ടാവില്ല. കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയെടുത്തതെന്ന്. അങ്ങനെ ക്രിസ്പി കടലപ്പം റെഡി. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ഓക്കെ, അപ്പോൾ ബൈ.